എല്ലാവർക്കും അറിയുന്നതാണ് ചങ്ങലം പെരണ്ട. ഇത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്ക് ഒരു ഒറ്റമൂലിയായിട്ടാണ്. പക്ഷേ ഇത് ഉള്ളിൽ കഴിക്കാനും വളരെ നല്ലതാണ്. ഞാൻ ഇന്ന് ഇവിടെ ഇതിൻ്റെ ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, പെരണ്ട ചട്നി. ഈ ചെടി നമുക്ക് വീടുകളിലേക്ക് നട്ടു വളർത്താവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ മൂത്ത തണ്ടെടുത്ത് ഒടിച്ചു കുത്തിയാൽ മതി, പെട്ടെന്ന് പിടിക്കും. പിന്നെ നമ്മളിത് പാചകത്തിന് ഇതിൻ്റെ അധികം മൂക്കാത്ത ഇളം തണ്ടാണ് ഉപയോഗിക്കാറ്. നമ്മളിവിടെ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകണം. അതിനുശേഷം ഈ ചെടിയിൽ ഒരു നാരുണ്ടാകും. അപ്പോൾ ആ നാര് എടുത്ത് കളയണം. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് മുറിച്ചതിന് ശേഷം അതിൻ്റെ 4 സൈഡിൽ നിന്നും നാര് വലിച്ചു കളഞ്ഞാൽ മതി. ഇതിൽ ഈ നാരുള്ളത് കൊണ്ടാണ് ഇത് ഇളയ തണ്ട് തന്നെ പാചകത്തിന് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പിന്നെ തീരെ ഇളം തണ്ടാണെങ്കിൽ നമ്മൾക്ക് കത്തിയുടെ ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ അത് ഒടിച്ചിടാവുന്നതേ ഉള്ളൂ. ഇതാ ഇതുപോലെ. അങ്ങനെ നമ്മുടെ പെരണ്ട റെഡി. ഇനി നമുക്ക് അതിൽ ചേർക്കാനുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, 2 സ്പൂൺ കടലപ്പരിപ്പ്, 4 സ്പൂൺ തേങ്ങ, 3 ഉണക്കമുളക്, പുളി കുറച്ചധികം എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഉപ്പ്, കായപ്പൊടി. ഇതിന് ഈ ചമ്മന്തിക്ക് നല്ലെണ്ണയായിരിക്കും കൂടുതൽ രുചികരം. അപ്പോൾ നല്ലെണ്ണ നല്ലത് ചൂടായതിനു ശേഷം നമ്മൾ ഈ പെരണ്ടയിട്ട് ഒന്ന് വറുത്തെടുക്കണം. കാരണം ഈ പെരണ്ടയ്ക്ക് ഒരു പൊള്ളലുണ്ട്. അത് നമ്മൾ എണ്ണയിൽ നന്നായിട്ട് വഴറ്റുകയാണെങ്കിൽ ആ പൊള്ളൽ മാറും. അത് വറുക്കുന്ന സമയത്ത് കുറച്ചുപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പെരണ്ടയുടെ ആ പച്ച കളർ ഒന്ന് മാറുമ്പോഴേക്കും അത് പാകമായി നിർത്താം. അതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ട് നമ്മൾ ആ ബാക്കിയുള്ള എണ്ണയിൽ തന്നെ മറ്റു സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം. ആദ്യം തന്നെ പരിപ്പുകൾ, ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇടുക. അത് രണ്ടും ഒരു പൊൻനിറമായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമുളക്, നമ്മൾ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഉണക്കമുളകിൻ്റെ കൂടെ നമ്മൾക്ക് ഉള്ളിയും ഇട്ട് വറുക്കാം കേട്ടോ. ഉള്ളിയിട്ട രുചി കൂടുതലായിരിക്കും. കറിവേപ്പില അതും ഇട്ട് ഒന്ന് വഴന്നതിന് ശേഷം മറ്റു ചേരുവകൾ തേങ്ങ, പുളി, ഉപ്പ്, കായം അതെല്ലാം ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുക. അതധികം വറുക്കണമെന്നില്ല, ഒന്ന് ചൂടായാൽ മതി. അതിനോട് വറുത്ത് വെച്ചിരിക്കുന്ന പെരണ്ടയും ഇട്ടു. അങ്ങനെ നമ്മുടെ ചേരുവകളെല്ലാം റെഡി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. എളുപ്പത്തിൽ വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കാം. കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുത്താൽ മതി. പക്ഷേ ഞാനിവിടെ ഇന്ന് അമ്മിയിലാണ് ഇത് അരയ്ക്കാൻ പോകുന്നത്. അമ്മിയിൽ അരച്ചെടുത്താൽ നമ്മുടെ കറികളുടെയൊക്കെ രുചി കൂടുമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ചമ്മന്തി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അങ്ങനെ നമ്മുടെ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി റെഡി. ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അതിനുവേണ്ടി വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം. അതിൽ കടുകിട്ട് പൊട്ടിയോടെ ഉണക്കമുളകും കറിവേപ്പിലയും ചേർക്കുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഈ ചമ്മന്തി ഇട്ട് നമ്മൾ അമ്മി കഴുകിയ വെള്ളമുണ്ടല്ലോ, മിക്സി ആണെങ്കിൽ മിക്സി, ആ വെള്ളവും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ പെരണ്ട ചട്നി റെഡി. ഇത് ചോറിന് കഴിക്കാനും ഇഡ്ഡലി, ദോശ ഇവയുടെ കഴിക്കാനും വളരെ നല്ലതാണ്. ഈ പെരണ്ടയിൽ ഒരു മെഡിസിനൽ വാല്യൂ കൂടി ഉള്ളത് കൊണ്ട് ഇത് രുചികരം മാത്രമല്ല ആരോഗ്യകരവും കൂടിയാണ്. അങ്ങനെ നമ്മുടെ പെരണ്ട ചട്നി റെഡി.